കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകും, ശശി തരൂർ സി.പി.എമ്മിലേക്ക് പോകും എന്നൊക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ഏറെ നാളായി സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം വിരാമമായിരിക്കുകയാണ്. ശശി തരൂർ എങ്ങോട്ടും പോകില്ല, കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും, കോൺഗ്രസിന് ശശി തരൂരിനെ അത്യാവശ്യമാണ്, ശശി തരൂർ കോൺഗ്രസിന് ആവശ്യമുള്ളയാളാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശശി തരൂരും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഏറെ നാളായി ശശി തരൂരിന്റെ മനസ്സിൽ ചില അതൃപ്തികളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മറനീക്കി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് CPM-ഉം BJP-യും ഒക്കെ പ്രതീക്ഷിച്ചത്. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. ശശി തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ തുടർന്നു പോകും എന്ന് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് ശശി തരൂരിനെ ആവശ്യമാണ് എന്ന് തന്നെ കാണാനെത്തിയ തിരുവനന്തപുരം MP-യോട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി നിലനിൽക്കവേ തന്നെ കാണാനെത്തിയ ശശി തരൂരുമായി 1 മണിക്കൂർ നേരമാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. കേരളത്തിൽ തീരുമാനങ്ങൾ എടുക്കുക തരൂരിനെ കൂടി കേട്ടുകൊണ്ടായിരിക്കും, എല്ലാ പരിഗണനയും നൽകുമെന്ന് രാഹുൽ ഗാന്ധി ശശി തരൂരിന് ഉറപ്പ് നൽകി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി ശശി തരൂരിനോട് ആവശ്യപ്പെട്ടു. ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ കൂടുതൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാർലമെന്റിൽ വെച്ചായിരുന്നു ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുമായി നടന്നത് ക്രിയാത്മക ചർച്ചയാണ്. 2 മണിക്കൂർ എല്ലാം തുറന്ന് സംസാരിച്ചു. മഞ്ഞുരുകിയെന്നും താനും പാർട്ടിയും ഒരേ ദിശയിലാണ് എന്നും തരൂർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. നേരത്തെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുമായി നടന്ന ചർച്ച സൗഹാർദ്ദപരമായിരുന്നു എന്നാണ് തരൂർ ചൂണ്ടിക്കാണിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്ന വാക്ക് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ തവണ എല്ലാം 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി. ഇത്തവണ അതിൽ കൂടുതൽ ഇറങ്ങും. CPM-ലേക്ക് എന്ന കഥകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല എന്നും തരൂർ പറഞ്ഞു. നേരത്തെ കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് വേദിയിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചതിൽ ശശി തരൂർ അസംതൃപ്തനാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നതും ചർച്ചയായിരുന്നു. നയരൂപീകരണ യോഗത്തിൽ എത്താത്തത് ക്ഷണം വൈകിയതുകൊണ്ടാണ് എന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു. 2 ദിവസം മുൻപാണ് യോഗത്തിന് ക്ഷണിക്കുന്നത് എന്നും അപ്പോഴേക്കും നാട്ടിലേക്ക് തിരിക്കാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നും തരൂർ വ്യക്തമാക്കി. കൃത്യസമയത്ത് ഡൽഹിയിൽ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്നും തരൂർ പറഞ്ഞിരുന്നു. വിഷയത്തിൽ മറ്റ് പ്രശ്നങ്ങൾ കാണേണ്ടതില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. CPIM-ലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് ദുബായിലെ വ്യവസായിയുമായി ചർച്ച നടന്നു എന്ന വാർത്തകൾ നേരത്തെ തരൂർ തള്ളിയിരുന്നു. CPIM നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് എന്നായിരുന്നു തരൂർ വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശശി തരൂരിനെ CPM-ലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഇതിന് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വിദേശ വ്യവസായിയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നു എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ആവിയായി പോയിരിക്കുകയാണ്. ശശി തരൂർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്.